പട്ടണത്തിന് നടുവിൽ കർത്താവ് നടത്തുന്നത് ഓർത്ത്, വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി നമ്മെ പരിപാലിക്കുന്നത് ഓർത്ത്, പ്രാർത്ഥനകളിലൊക്കെ ദൈവഹിതപ്രകാരമുള്ള മറുപടികൾ തരുന്നത് ഓർത്ത്, ജീവനും പ്രത്യാശയ്ക്കും ആവശ്യമായ വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരുന്നത് ഓർത്ത്, നിത്യജീവനെ നമ്മുടെ ഉള്ളിൽ നൽകി തന്നത് ഓർത്ത്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കർത്താവ് നമുക്ക് നൽകി തരുന്നത് ഓർത്ത്, ഹല്ലേലൂയ, ഓരോ ദിവസവും കർത്താവ് നമ്മെ പരിപാലിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരും പ്രേരണ കൊടുക്കാതെ തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. കർത്താവേ, ഞങ്ങൾ ഉന്നതനായ ദൈവത്തെയാണല്ലോ ഞങ്ങൾ സ്തുതിക്കുന്നത്. ആ ഉന്നതനായ ദൈവത്തെ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നാം വ്യക്തിപരമായ ബലഹീനരാണെങ്കിലും നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പകർന്നു വന്നിരിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവിടുത്തെ നമസ്കരിപ്പാൻ, തിരുമുൾ കാഴ്ചയുമായ അവൻ്റെ പ്രാകാരങ്ങളിലേക്ക് അടുത്തു വരുവാൻ, യഹോവ ദൈവമെന്ന് ജാതികളുടെ ഉയരത്തിൽ ഉച്ചത്തിൽ പറയുവാൻ, ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവമക്കളുടെ നടുവിലും ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ എന്ന് പറയുവാൻ, ഹല്ലേലൂയ, അവൻ യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. സർവനാമത്തെക്കാളും മേലായ നാമമുള്ളവനാണ്. ഹല്ലേലൂയ. സർവശക്തനും സർവവ്യാപിയും തെറ്റുപറ്റാത്തവനും മാറ്റമില്ലാത്തവനുമായ ദൈവമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ദൈവസന്നിധി നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, 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 പ്രൈസ് യു ലോർഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച്, ഹല്ലേലൂയ, ദൈവം നമ്മെ ഇന്ന് രാവിലെയും സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, 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 praise you Lord. Hallelujah, 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 hallelujah. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, അനേകർ കഷ്ടത്തിലും ഭാരത്തിലുമായിരിക്കുന്നു. കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നതിന് ഉദ്ദേശം മനസ്സിലാക്കി ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നത് പോലെ പൂർണ്ണ മനസ്സോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും അവനെ സ്നേഹിക്കാം. ഹല്ലേലൂയ. We love you Lord, we love you Lord, we love you Lord. ആ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തിന് അത് ആനന്ദമാണ്. രാവിലെയും ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും കർത്താവിനെ സ്തുതിപ്പാൻ, അവനെ ആരാധിപ്പാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു. വചനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ. ഹൃദയം നിറയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹമാണെങ്കിൽ സ്തോത്രങ്ങളാൽ സ്തുതികളാൽ ആമേൻ വെളിയിൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആദ്യോടൊന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് കൃപ തരേണ്ടതിന്, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരുണ്ട് നമ്മുടെ മധ്യത്തിലെങ്കിലും കർത്താവ് അവരുടെ വചനത്താൽ ആശ്വസിപ്പിച്ച് വിടുവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിവിടെ സ്വാതന്ത്ര്യത്തോട് ദൈവസേനയിലായിരിക്കുമ്പോൾ ജയിലിലും വീട്ടു തടങ്കലിലുമൊക്കെ ആയിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. നമ്മുടെ നൽകിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം സഹോദരിമാരുടെ നടുവിൽ നിന്ന് ഒരാൾക്കും സഹോദരന്മാരുടെ നടുവിൽ നിന്ന് ഒരാൾക്കും ശബ്ദമുയർത്തി ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് യു. സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. Praise you Lord, praise you Lord, praise you Lord, praise you Lord. Yes Lord, hallelujah. സ്തോത്രം. മുഖത്തെ ഞാൻ നോക്കുന്നു. Hallelujah. Yes Lord, hallelujah. Praise you Lord. Hallelujah, hallelujah, hallelujah. സ്തോത്രം 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 സ്തോത്രം. Praise you Lord, praise you Lord, praise you Lord. സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. Thank you Lord, hallelujah. Hallelujah. സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ നാമം ജയം. Hallelujah. Yes Lord. സ്തോത്രം. Yes. Yes Lord. Yes Lord. Yes Lord. Yes Lord. Amen. Amen. Yes Lord. സ്തോത്രം സ്തോത്രം സ്തോത്രം. Yes Lord. സ്തോത്രം 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 സ്തോത്രം. Praise you Lord. സ്തോത്രം സ്തോത്രം. Yes. Amen. സ്തോത്രം 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 സ്തോത്രം. Praise you, praise you, praise you, praise you, praise you, praise you. Hallelujah. സ്തോത്രം. താവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you Lord. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you Lord. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Hallelujah, hallelujah, hallelujah. സ്തോത്രം 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 സ്തോത്രം. Thank you Lord, thank you Lord, hallelujah. Praise you Lord. സ്തോത്രം സ്തോത്രം. Hallelujah. Thank you Lord, thank you Lord. Amen. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും നിൻ
ഹല്ലേലൂയ. ഇതുപോൽ സ്വജീവൻ തന്ന സ്നേഹിതൻ വേറെ ആരുമുണ്ടോ? സ്വന്തം പുത്രനെ കൂടെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച, നാം പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച തന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിക്കാം. മുഴു ബലവും ഹല്ലേലൂയ, മുഴു ശബ്ദവും ജീവനുള്ളവർ, ആമേൻ, ജീവൻ പ്രാപിച്ചവർ കർത്താവിനെ സ്തുതിക്കുവാൻ വചനം പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അവന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തം ജീവൻ നമുക്ക് നൽകി തന്ന, ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ച, പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച അവന്റെ മഹാദയക്കൊത്തവണ്ണം ഇന്ന് രാവിലെ അവന്റെ നാമത്തിന് മഹത്വം കരേറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. We praise you Lord. We praise you Lord. We praise you Lord. Hallelujah. 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 പരിശുദ്ധനായ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് ജോത്സവമായി ഞങ്ങളെ നടത്തി ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകി തന്ന് രാവിലെയും സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും തിരുപാതപടത്തിൽ നിങ്ങൾ കടന്നു വരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വം കരയേറ്റുവാൻ ഇന്ന് രാവിലെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങൾ അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകി തന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നൽകി തന്ന് നിത്യപ്രത്യാശയാൽ ഞങ്ങളുടെ ഉള്ളത്തെ നിറച്ച് കർത്താവേ, നിത്യജീവൻ ഞങ്ങളുടെ ഉള്ളിൽ നൽകി തന്ന് രാവിലെയും സമാധാനത്തോടെ ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ, കൃപാസനത്തോടെ ധൈര്യത്തോടെ അടുത്തു വരുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ പദവി നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, we praise you Lord. We praise you Lord. We praise you Lord. Hallelujah. We thank you Lord. We worship you Lord. ഞങ്ങളുടെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. You are holy. You are holy. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വം കരേറ്റുവാൻ നിങ്ങളെ സഹായിക്കണമേ. രാവിലത്തെ ഓരോ ശുശ്രൂഷകളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ വചനം അയച്ചുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ രാവിലെ തന്നെ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവേ, സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളുണ്ട്, ഭവനങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് അവരെ ഓർക്കണമേ. കർത്താവ് അവരെ ഓർക്കണമേ, അവരെ വിടുവിക്കണമേ. അങ്ങേക്ക് വേണ്ടി ധൈര്യത്തോടെ നിൽപ്പാനുള്ള കൃപ അവർക്ക് അധികമായി പകർന്നു കൊടുത്താട്ട് ഞങ്ങൾക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം തിരീതപ്രകാരം വിനിയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാവിലെ അങ്ങയുടെ പുത്രന്റെ നാമത്തെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി നമ്മൾ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സഭാ ഹാളിലും സൂമിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒരു സങ്കീർത്തന ഭാഗം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 99, 99 സങ്കീർത്തനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 99 സങ്കീർത്തനം വായിക്കുന്നു. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിക്കുവീൻ. അവൻ പരിശുദ്ധനാകുന്നു. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു.
അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കുവീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന എക്സാൾട്ട് ദ ലോർഡ് അവർ ഗാഡ് ആൻഡ് വർഷിപ്പ് അറ്റ് ഹിസ് ഹോളി ഹിൽ, ഫോർ ഹോളി ഈസ് ദ ലോർഡ് അവർ ഗാഡ്. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. ഹല്ലേലൂയ. 3 വാക്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, 3 പ്രാവശ്യം. ഒന്ന്, 3-ാമത്തെ വാക്യം, അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. 5-ാം വാക്യം, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ പാദപീഠത്തിൽ നമസ്കരിക്കുവീൻ, അവൻ പരിശുദ്ധനാകുന്നു. അവസാനത്തെ വാക്യം, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കുവീൻ, നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരേണ്ടത് അവർ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്. നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അതേ സമയം തന്നെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ അവസ്ഥയാണ്. ബലഹീനരായ, അശക്തരായ, താൽക്കാലികരായ നമുക്ക് എപ്രകാരം ഈ പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയും? ഹല്ലേലൂയ. അതിനുത്തരം എബ്രായർ 4:16 കാണുന്നു. അതുകൊണ്ട് കരുണ പ്രാപിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരിക. നാം കടന്നു വരുന്നത് കൃപാസനത്തിന്റെ അരികിലേക്കാണ്, കർത്താവിന്റെ അരികിലേക്കാണ്. അവൻ പരിശുദ്ധനാണ് എങ്കിലും പുത്രത്വം എന്ന പദവി നമുക്ക് നൽകി തന്ന്, ഇന്ന് രാവിലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ സ്വീകാര്യം നമുക്ക് നൽകി തന്ന്, അസ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് രാവിലെ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ നീ യോഗ്യൻ, നീ എന്നും യോഗ്യൻ. എന്ന് പറയാമോ? നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിന്റെ കുഞ്ഞാടേ, നീ എന്നും യോഗ്യൻ. പാട്ടുപാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദേവാദിദേവൻ നീ രാജാധിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു, മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ, ഉന്നത നന്ദനൻ നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യൻ.
ദൈവപുത്രൻ. ഈ പാട്ടിന്റെ ഒരു സ്റ്റാൻസിൽ ഇപ്രകാരമാ പറയുന്നത്: പാതകർ മധ്യത്തിൽ പാതകനെ പോൽ പാപമായി തീർന്നു നീ ക്രൂശതിന്മേൽ, നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി, എന്തോ ഒരു സ്നേഹമേ നീ യോഗ്യനാണ്. അതൊന്ന് ധ്യാനിച്ചൊന്ന് പാടാമോ പ്രിയമുള്ളവരെ? ആ കാഴ്ച നമ്മുടെ കണ്ണിലേക്കൊന്ന് കൊണ്ടുവരാമോ പ്രിയമുള്ളവരെ? പരിശുദ്ധനായ പിതാവ്, കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പിതാവിന്റെ മടിയിലിരുന്നവൻ. ഹല്ലേലൂയ! പരിശുദ്ധനായ പിതാവിന്റെ മടിയിലിരുന്നവൻ ഇപ്പോൾ പാതകരുടെ നടുവിൽ ഒരു പാതകനെ പോലെ കിടക്കുകയാണ്. ഹല്ലേലൂയ! എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ പാപം അവനേറ്റ് ഒരു പാപമായി തീരുകയാ. ഹല്ലേലൂയ! ധ്യാനത്തോടെ ഈ സ്റ്റാൻസി ഒന്ന് പാടാമോ? ഹല്ലേലൂയ! പാതകർ മധ്യത്തിൽ പാതകനെ പോൽ പാപമായി തീർന്നു നീ ക്രൂശതിന്മേൽ, നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി, എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനം. ഹല്ലേലൂയ! We praise you, Lord. സ്തുതി സ്തോത്രയാഗങ്ങൾ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ! അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ. ഹല്ലേലൂയ! അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ. ഹല്ലേലൂയ! We praise you, Lord. ഹല്ലേലൂയ! സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഓ സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ! ഹല്ലേലൂയ! കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ! സ്തോത്രം സ്വീകരിപ്പാൻ, സ്തുതികൾ സ്വീകരിപ്പാൻ യോഗ്യനായവൻ അവൻ മാത്രം. ഹല്ലേലൂയ! ഹല്ലേലൂയ! Praise you, Lord. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനമേശുവിനെ. സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനമേശുവിനെ. വല്ലഭനെനിക്കു വലിയവ ചെയ്തു, വാഴ്ത്തുന്ന നാമം നീ വരുവിൽ. വല്ലഭനെനിക്കു വലിയവ ചെയ്തു,
hallelujah, hallelujah. We praise you, Lord. We praise you, Lord. We praise you, Lord. We worship you, Lord. Hallelujah. Praise you, Lord. Hallelujah, hallelujah, hallelujah. Praise you, Lord. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കടന്നു അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് മാത്രം യോഗ്യനെന്ന് പാടുവാൻ കർത്താവേ, ഒരവസരം കൂടെ തന്നനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉയരത്തുനിന്ന് കരം നീട്ടി ആഴത്തിൽ ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ, ബലമുള്ള ശത്രുവിന്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാൻ ഒരവസരം കൂടെ തന്നനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ബലമുള്ള കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടിയതിനായി, ഞങ്ങളുടെ വലം കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് മാത്രം ഉന്നതൻ, പരിശുദ്ധൻ, സർവശക്തനാകിയാൽ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, എല്ലാ ബഹുമാനവും ആരാധനയും സ്തുതി പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇത്രത്തോളം ആരാധന അനുഗ്രഹിച്ചോ തുറന്നുള്ള സൃഷ്ടിയുള്ള അങ്ങയുടെ സാന്നിധ്യം വ്യാപരിച്ചാട്ടെ, മഹത്വം കെടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Praise the Lord. Hallelujah. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം കടന്നു വന്ന ആരാധനയിലേക്ക് കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ, ആരാധിക്കുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവത്തിന് മഹത്വം കരയറ്റുവാനും ഒക്കെ ദൈവം നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഏകദേശം 4 ആഴ്ചക്കാലം ഞങ്ങൾ കുടുംബമായി നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ മാത്രം, വേറെ എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. ഡൽഹിയിൽ ശുശ്രൂഷയിലും പല വിഷയങ്ങളോളത്തിലാണല്ലോ ഈ പ്രാവശ്യം കടന്നു പോയത്. അതെല്ലാം ദൈവം നന്നായി ചെയ്തു. ഭംഗിയായിട്ട് കർത്താവെല്ലാം ക്രമീകരിച്ചു മടങ്ങി വരുവാൻ ദൈവം സാവകാശമൊരുക്കി. ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാൻ ഒന്നുകൂടെ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം. ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരൊക്കെയും ചേർന്ന് ശുശ്രൂഷയിൽ സഹകരിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ദാസൻ പാസ്റ്റർ ലിജി, മറ്റ് ദൈവദാസന്മാരെല്ലാം ഇടദിവസങ്ങളിലും സൺഡേയിലുമൊക്കെ ചേർന്ന് ആരാധിപ്പാൻ ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി, ശുശ്രൂഷിപ്പാൻ ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കൃത്യനാമത്തിൽ അവർക്ക് നന്ദി പറയുന്നു. ഈ രാവിലെ സമയം കടന്നു വന്ന എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ കർത്തനാമത്തിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ മടങ്ങി വന്നു. കോവിഡ് ടെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അത് വളരെ ഒന്ന് കൺഫർമേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ പോയി എല്ലാം എടുത്തു, നെഗറ്റീവാണെന്നാണ് ടെസ്റ്റ് ചെയ്തവർ പറഞ്ഞതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് തോന്നുന്നു. വന്നപ്പോഴും ചെയ്തു, ഇവിടെ വന്നിട്ടും ചെയ്തു. എല്ലാം കർത്താവ് സാധിക്കും. ഡൽഹിയിലൊക്കെ കർത്താവിന് കൃപയാൽ യാതൊരു പ്രയാസമോ യാതൊരു കോവിഡിൻ്റെതായ ഒന്നും തന്നെ ഇല്ലെന്നാണ് അറിവ് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളുണ്ടായിരുന്നപ്പോൾ എന്നാൽ കേരളത്തിലുണ്ട്. ദൈവം നമ്മെ എത്രത്തോളം സൂക്ഷിച്ചല്ലോ. ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. കർത്താവ് നമ്മെ എത്രത്തോളം സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയായിട്ട് എല്ലാവരും സഹായിച്ചു. ചില നാളുകൾക്ക് ശേഷമാണ് ഇന്ന് രാവിലെ പാപ്പച്ചായനും കുടുംബമായിട്ട് ആരാധിപ്പം. ഞാനിവിടെ ഇല്ലാന്ന് വന്നിട്ടുണ്ട്. ഒന്നിച്ചായപ്പോൾ കർത്താവ് ഇവിടെയാക്കിയ ശേഷം 1.5 വർഷക്കാലമായി ആലയത്തിൽ കടന്നു വന്ന് ആരാധിപ്പാൻ. അങ്ങനെ പലരും ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ സാക്ഷ്യം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് പ്രിയ സൂസൻ സഹോദരിയൊക്കെ അറിയാം ഹോസ്പിറ്റലിൽ കിടന്ന സിറ്റുവേഷനും ഈ ലോകത്തിൽ ഇനിയും ശുശ്രൂഷ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യത്തോടെ വളർന്ന് വീണ്ടും വന്ന് ദൈവത്തിന് ഒന്നിച്ചാരാധിപ്പാൻ ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൂമിലായിരിക്കുന്ന നമ്മുടെ വാത്സല്യ പ്രിയപ്പെട്ടവർ, അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പല വിഷയങ്ങളും ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയ സഹോദരി ഷൈനി നാട്ടിൽ പോയി മടങ്ങി വന്നു. തൻ്റെ പിതാവിനോടുള്ള മത്തിൽ കർത്താവ് വിടുതൽ അയച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തർക്കായി സ്തോത്രം. പ്രിയ ജിജോ ആൻഡ് ഫാമിലി, അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. പ്രിയ പിതാവും മാതാവും, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ അവരെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. വളരെ അത്യാസന്നതയിലായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർ കോവിഡ് മുഖാന്തരമായി പെട്ടെന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം കൊടുക്കുന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി കർത്താവിന് സ്തോത്രം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നന്ദിയുള്ളവരായിട്ടായിരിക്കണം ദൈവത്തിൻ്റെ പാതവിടുതൽ. ദൈവത്തിൻ്റെ സ്തോത്രം. സംഗീതക്കാരൻ പറയുന്നു, എല്ലാം മറന്നു പോയാലും സ്തോത്രം അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്.
കർത്താവിന് സ്തോത്രം, കർത്താവ് ദാസന്മാർക്കായ സ്തോത്രം. നമ്മളെ പല വിഷയങ്ങളും ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സഹോദരി ജോലിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുക്കുന്ന വിടുതൽക്കായി നിന്നാൽ ഒരു പരിപൂർണ്ണ വിടുതൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കും. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഈ പകൽക്കാലം ഡോക്ടർ ഐസക്കൻ ഫാമിലി ലൈനിലുണ്ട്, ഇവിടെ സിറ്റിയിലില്ല. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പേര് ഞാൻ ഇന്ന് രാവിലെ എടുക്കുന്നില്ല. എല്ലാവരും ഇവിടെയും ദൂരവയും ചാരവയും ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്കൂളിൽ, കോളേജിൽ, കുടുംബസ്ഥരായ എല്ലാവരെയും ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിലായിരുന്ന അനീഷിനും വേണ്ടിയും രാജു രാജം മിക്കവാറും ഈ മാസം അവർ മടങ്ങി വരും. കർത്താവിൻ്റെ വഴിയാത്രയൊക്കെ സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കാം. ഡാലസിലെ ജസ്റ്റിൻ, പിന്നെ ഫിലിപ്പ്, സിബി കൊച്ചിന്ന്, അതുപോലെ ടോം ബ്രദറിൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം. അങ്ങനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡാലസിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ, കുഞ്ഞോട് ബ്രദർ, അവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കണം. നാട്ടിലായിരിക്കുന്ന അലാന, അലീന, മറ്റും പ്രിയപ്പെട്ട എല്ലാം കർത്താവ് സഹായിക്കണം. ഞാനെല്ലാം ഒന്നിച്ചങ്ങ് പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് സാക്ഷ്യവാചകങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഡാലസിൽ പിന്നീട് അവർക്ക് മനസ്സിലായി പ്രകാശമല്ല, ലൈറ്റാണ്. പിന്നീട് മനസ്സിലായി ഇതൊന്നുമല്ല, മൈൻഡ്, അല്ലയോ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മണി തൃശ്ശൂർ പോവാം. ഡൽഹി ഞാൻ പോയിട്ടാണ് വന്നത്, ഇപ്പം പോയിട്ട് വന്നേ ഉള്ളൂ. എന്നാൽ തിരുവചനം നോക്കുമ്പോൾ ഇതൊന്നുമല്ല, വചനത്തിനാണ് വേദന കൂടുന്നത്. അവൻ്റെ വചനം അതിവേഗമുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വചനം ഏറ്റെടുക്കുമ്പോൾ ഏത് ഏരിയയിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടേണ്ടത്, അവിടെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. സ്തോത്രം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന് വാക്കുകൾ പോരാ. പക്ഷെ ഒരു പാട്ട് പറഞ്ഞ് ഞാൻ പാടാം. നമ്മുടെ ദൈവത്തെ പോ വലിയ ദൈവം ഓ നമ്മുടെ ദൈവത്തെ പോ വലിയ ദൈവം. ഹല്ലേലൂയ. തുടക്കുന്ന ഉത്സാഹത്തോടിരിക്കണേ. ഒരു വേദഭാഗം വായിക്കാം. സാധാരണ ഞാൻ പറയുന്ന പ്രസംഗിക്കുന്ന ഒരു വേർഡുണ്ട്, അതല്ല എൻ്റെ വിഷയം. അതൊന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയത്തിൻ്റെ വാക്യം വായിക്കും. സാധാരണ വായിക്കുന്നത് 7:37, മർക്കോസ് 7:37. എല്ലാവരും അവരുടെ ബൈബിളൊക്കെ ഒന്ന് എടുത്ത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ, നാം ബൈബിള് നോക്കാതിരിക്കുമ്പോൾ ഒന്ന് ദൈവവചനത്തെ, ദൈവദാസനെ, കോൺഗ്രിഗേഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അതുകൊണ്ട് തിരുവചനം ഒന്ന് എടുത്ത് വായിക്കണം. അവൻ മതി. ഈ വിഷയമല്ല പ്രസംഗിക്കുന്നത് കേട്ടോ. കാരണം ഇതിന് ടോപ്പിക് എന്തുവാ? അവൻ സകലവും. അതല്ല പ്രസംഗ വിഷയം. ജനം വിസ്മയിക്കത്തക്കവണ്ണം ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സാധാരണ ക്രൂശിന്റെ കാര്യവും ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. നമ്മളെല്ലാ ദിവസങ്ങളിലും മിക്കവാറും സൺഡേകൾ കേൾക്കുന്ന മെസ്സേജാണ്. പക്ഷെ ഇന്ന് കർത്താവിന് ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസമായി ഇന്ന് വന്നതിന് ശേഷം വളരെ ക്ഷീണമൊക്കെ ആയിരുന്നെങ്കിലും ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പല വിഷയങ്ങൾ ചിന്തിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി സമയം അധികമില്ല. ലോകമെമ്പാടും പല വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രത്യാശ വർദ്ധിക്കുന്ന ദൂതുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വരവിൻ്റെ കാലത്ത് നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലും? ഈ മക്കളെ പ്രത്യാശ വർദ്ധിക്കണം നമ്മുടെ ഉള്ളിൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവായി മറ്റു കാര്യങ്ങൾക്ക് നടന്നോട്ട്, ആവശ്യങ്ങൾ, ജോലി, കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, പഠനമെല്ലാം തെറ്റൊന്നുമല്ല. പക്ഷേ അതിലും വലിയ വിഷയം കർത്താവ് വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറയിൽ നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യട്ടെ. സ്തോത്രം. അങ്ങനെ ചെയ്തപ്പോൾ ദൈവം സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല. സാധാരണ കാര്യം നടക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആവശ്യവുമില്ല. അവൻ ചെയ്യുന്നതെല്ലാം ജനം വിസ്മയിക്കത്തക്കവണ്ണം ചെയ്യുന്നു.
അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവമെല്ലാം നന്നായി ചെയ്യുമെന്ന് വിശ്വസിക്കാമോ? പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടില്ല. പല വിഷയങ്ങളും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച് കർത്താവേ, ഇനി എന്നാണൊരു വിടുതൽ ലഭിക്കുന്നത്? പല വിഷയങ്ങൾക്കും യാതൊരു അനക്കവുമില്ലെങ്കിലും ഹല്ലേലൂയ, നാം വിസ്മയിക്കത്തക്കവണ്ണം ദൈവമെല്ലാം നന്നായി ചെയ്യും. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ഞാൻ കഴിഞ്ഞ മാർച്ച് 2020 മാർച്ചിൽ ഒരു ശനിയാഴ്ച ദിവസം വൈകിട്ട് സൂമിൽ ഈ വാക്യം ഒന്ന് എടുത്തു വായിച്ചു. പക്ഷെ അതല്ല മെസ്സേജ് കേട്ടോ. നമ്മൾ ഈ പറയുന്നതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് വെക്കും. കാരണം ബൈബിൾ നോട്ട് ചെയ്ത് വെക്കുന്നവരുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല മെസ്സേജ്. അപ്പം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വായിക്കാം. ഏതാ വാക്യം? ലൂക്കോസ് 5:26. ആദ്യത്തെ വാക്യം നിങ്ങളല്ലേ വായിച്ചത്? എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു നല്ല വാക്യം വായിച്ചിട്ട് നല്ല സ്വതന്ത്രം കിട്ടി. ഇന്ന് നാം എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ ദൈവമാരാ? ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ വിസ്മയിക്കത്തക്കവണ്ണം ചെയ്യും. ഇവിടുത്തെ എഴുതിയിരിക്കുന്നത് എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ മഹത്വം പോകുന്നത് അങ്ങോട്ടാ. ഹല്ലേലൂയ. ആരും ഒരു വ്യക്തിക്കും പുകഴുവാനില്ലാത്ത രീതിയിൽ ദൈവം തന്നെ പ്രവൃത്തി വെളിപ്പെടുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഇവർ പേടിച്ചെന്നല്ല പറയുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ റവറൻസ്, ദൈവത്തോടുള്ള ബഹുമാനത്തിന്റെ ഭയം. ഓ, ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. അവൻ അപൂർവ കാര്യങ്ങളെ ചെയ്ത് ഈ ദൈവം ആരാ? സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്ന, അപ്പോൾ തന്നെ പൂർണ്ണ ദൈവമായിരുന്നു. സ്തോത്രം. ഗർഭപാത്രം മുതൽ കല്ലറ വരെ കടം മേടിച്ചാ ജീവിച്ചത്. സ്വന്തമായി ഒന്നുമില്ല. പുൽത്തൊട്ടിയിൽ ജനിച്ചു, ഗലീലയിൽ വളർന്നു. തന്റെ പ്രസവം കേൾക്കാൻ വന്ന പുരുഷാരത്തിന് കൊടുക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട് ഒരു ബാലന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും കടം മേടിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വയമായ ഒരു വാഹനമല്ല, ഒരു കഴുതക്കുട്ടിയുടെ പുറത്താ പോയത്. ഒരു സ്തോത്രമൊക്കെ പറയാമോ? നമ്മൾ അതിലൊക്കെ എത്ര മെച്ചമാ. തനിക്ക് തന്റെ ബോഡി വെക്കാൻ ഒരു കല്ലറയില്ല. അരിമത്തിൽ യോസേപ്പിലെ കല്ലറ കടം വാങ്ങി. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിൽ നമ്മെ പോലെ പാർത്തവനാ. അതുകൊണ്ടാണ് നമുക്ക് അവനെ പിൻപറ്റും. എങ്ങോട്ടിരിക്കുന്ന എവിടെയോ അറിയാത്തൊരു ദൈവത്തെയല്ല നാം പിൻപറ്റുന്നത്. നമ്മെ പോലെ ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വിഷയങ്ങൾ അറിയാവുന്നവൻ. സ്വന്തമെന്ന് വിചാരിക്കുന്നവർ പോലും കൂടെ നിന്നില്ല. അവൻ തിരഞ്ഞെടുത്ത 3 പേര് പോലും സമയത്തില്ലായിരുന്നു കൂടെ. ഈ കർത്താവിനെ പിൻപറ്റുന്നത് എത്രയോ നല്ലതാ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ വിഷയങ്ങൾ അറിയാവുന്ന ദൈവത്തെയാണ് പിൻപറ്റുന്ന. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതുവരെ ചെയ്തിട്ടില്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ല. വിശ്വസിക്കുന്ന ആരെങ്കിലും? ഒരു സാധാരണ കാര്യം ചെയ്യുവാൻ ആരുടെയും ആവശ്യമില്ല. അത് നാച്ചുറലാ. ചില കാര്യങ്ങൾ നാച്ചുറലായിട്ട് നടക്കും. ദൈവഭക്തന് ദൈവം ചെയ്യുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ്. അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ 4 ചെടി വൃക്ഷങ്ങളെ പറ്റി പറയുന്നുണ്ട്. 1 അത്തി, 2 ഒലിവ്, 3 മുന്തിരി, 4 ബദാം. അത്തിയും ഒലിവും മുന്തിരിയും ഒക്കെ 1-2 വർഷം കൊണ്ട് കായ്ക്കും. ബദാം കായ്ക്കുന്നതിന് 12 വർഷം എടുക്കും. ബദാം കായ്ക്കുന്നതിന്. എന്നാൽ ഒരു ഉണങ്ങിയ ബദാമിന്റെ കമ്പ് പെട്ടകത്തിന്റെ അരികിൽ വൈകുന്നേരം 6 മണിക്ക് വെച്ചു. രാവിലെ 6 മണിക്ക് 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് തളർത്തു. അത് പൂത്തു, അതിൽ ഫലമുണ്ടായി.
ഒരു ദൈവത്തെ ശ്രദ്ധിക്കാം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. സാധാരണക്കാരൻ പറയും 12 വർഷമെടുക്കുമെന്ന്. 12 മണിക്കൂർ കൊണ്ട് ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തെയാ നാം സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയം എത്ര വർഷമായി എന്നുള്ളതല്ല വിഷയം, ഇന്നും ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ വർഷം കഴിയുന്നതിന് മുമ്പേ ദൈവം കാണുവാനിടയാക്കുന്നു. വിശ്വസിക്കാം. ഹല്ലേലൂയ. അപൂർവ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം. ഒരു ഉണങ്ങിയ കമ്പ് യാതൊരു വിഷയത്തിലും ഒന്നും ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുക, വെക്കേണ്ടടുത്ത് കൊണ്ടുവച്ചാൽ എവിടെങ്കിലും കിടന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. എവിടെ വേണം? പെട്ടകത്തിന്റെ അടുത്ത്. ഒരു നല്ല സഹോദരൻ പറയണേ, പെട്ടകത്തിന്റെ അടുത്തിരുന്നാൽ ഉണങ്ങിയതായാലും അത് പൂക്കും. എന്താ പഴയ നിയമത്തിലെ പെട്ടകം? ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്. പക്ഷെ പുതു നിയമത്തിനൊരു പെട്ടകമുണ്ട്. ഞാൻ പറയട്ടെ, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവനോടൊക്കെ ചേർന്നിരുന്നാൽ ഉണങ്ങിയതും പൂക്കും. ഇന്ന് പകൽ ദൂതരെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി. പോലെ പറയാതെ ശക്തിയോട് പാട്. ഓ യേശുവോട് യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ നോക്കി. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമാണ്. ഇന്നും അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചേർന്നൊന്ന് ഇരുന്ന് നോക്കിയേ. ഹല്ലേലൂയ. യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമാണ്. അത് മാത്രമാണോ? ആശ എന്തുവാ? ആശ തന്നോട് എന്നും എന്നിൽ. ഒരു ദൈവഭക്തന് വർദ്ധിച്ചു വർദ്ധിച്ചു വരേണ്ടത് അവനെ കുറിച്ചുള്ള ആശയ. ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് എന്റെ പ്രധാനപ്പെട്ട വിഷയം. ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിക്കുന്നു. അത് നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പെട്ടകത്തോട് പെട്ടകത്തോട് ചേർന്നിരുന്നാൽ എന്ത് സംഭവിക്കും? അപൂർവ കാര്യം സംഭവിക്കും. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്ത് പോണം. 2021 കഴിയാൻ പോവുകയാണ്. ചില അപൂർവ കാര്യങ്ങൾ, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നിന്റെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ ദൈവം നടത്തും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഉള്ളു കേട്ടോ ഇതൊക്കെ. ഞാൻ പറയട്ടെ, ഏലിയുടെ ഭവനത്തിൽ ദൈവശബ്ദം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു? ഉണ്ട്. കാരണം എന്തുവാ? അവൻ മഹാപുരോഹിതനാ. പൗരോഹിത്യമുള്ള ആ ഭവനത്തിൽ ദൈവശബ്ദം ഉണ്ടായിട്ടും ആർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല? ഏലി കേട്ടില്ല. പക്ഷെ അറിയാം ദൈവശബ്ദം ഉണ്ടെന്ന്. പക്ഷെ ആര് കേട്ടെന്നറിയാമോ? അവിടെ എഴുതി പെട്ടകത്തിന്റെ അടുത്ത് പോയി കിടന്നു. ആര് കിടന്നു? ശമൂവേൽമാർ. അവനെ സമൂഹം മാനിക്കത്തക്ക വണ്ണം വലിയവനൊന്നുമല്ല, പക്ഷെ ചെറിയവനെ വലിയവനാക്കുന്ന ഒരു ദൈവമുണ്ട്. നാം വലിയവനാകാൻ പരിശ്രമിക്കാതിരുന്നാ മതി. നീ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? അവന്റെ സമയത്ത് അവൻ നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്ന വാക്ക് ഇന്നും പറയട്ടെ, മനുഷ്യൻ നമ്മെ ആദരിച്ചാൽ അതേ കൈ കൊണ്ട് അവൻ നമ്മെ താഴെയിടും. ദൈവം നമ്മെ ആദരിച്ചാൽ ലോകം മാനിച്ചേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഇവൻ പെട്ടകത്തിന്റെ അടുക്കൽ ഇവന് പരിചയമില്ലെങ്കിലും, ദൈവമക്കളെ, നമുക്ക് വല്ല പരിചയമൊന്നും വേണ്ട. ദൈവം നമ്മെ കുറിച്ച് കൺസേണ്ട. ശമൂവേലേ, ശമൂവേലേ. മനസ്സിലായില്ല. പക്ഷെ ആർക്കറിയാം ഇതെന്താ വന്നു? ഇവിടെ കേൾക്കുന്നുണ്ടോ വല്ലോ? എന്താ കാര്യം? കസാറപ്പുറത്തായിരിക്കുന്നേ.
നിങ്ങൾ ഇരിക്കുന്നിടത്തല്ല ഞാൻ പറഞ്ഞു. കസാരപ്പുറത്തായി ഇരിക്കേണ്ടത് എവിടെയായിരുന്നു? ഓ, praise the Lord. കസാരയ്ക്ക് വേണ്ടിയുള്ള കളിയും. അത്ര മതിയല്ലോ അല്ലേ? അത്ര മതി. ഇരിക്കേണ്ടത് എവിടെയാ? പെട്ടകത്തിന്റെ. എന്നിട്ട് പറയുന്നത് ഗോഡ് ഗേവ് മീ ദിസ് പൊസിഷൻ. എവിടാ? ഉള്ള പൈസ എല്ലാം അമേരിക്ക വന്ന് കൊണ്ടുപോയിട്ട് അത് കൊടുത്ത് വോട്ട് മേടിച്ചിട്ട് ജയിച്ചിട്ട് പറയാ ഗോഡ് ഗേവ് മീ ദിസ് പൊസിഷൻ. ഇത് കേട്ട് വിഡ്ഢികളാൻ കുറെ വിശ്വാസികളും. അയ്യോ, ആരും ഒരു നോക്കണം പറയും. ആരെയും കുറ്റം പറയും, ഞാൻ എന്നെ തന്നെ കുറ്റം പറയുക. അല്ല, വെല്ലോർ വിടുവോ? ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ ചന്ദ്രന്മാരെ പറഞ്ഞാൽ വെല്ലം വിടുവോ? ഹല്ലേലൂയ. കസാരപ്പുറത്ത് ഇരുന്നാൽ ഒരു ദിവസം കഴുത്തൊടിയും. അത്രേ ഉള്ളു കാര്യം. പെട്ടകത്തിന്റെ അടുക്കൽ ഇരുന്നാൽ ശുശ്രൂഷ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഏലി കേട്ടില്ല. ഞാനങ്ങ് വിചാരിക്കുക, ആ ഒരു ഹന്നയെ കുറിച്ച് ഓർക്കുകയാണ്. നാം ചിന്തിക്കുമ്പോൾ അവൾ പ്രാർത്ഥിച്ചത് ഒരു പൈതലിന് വേണ്ടിയല്ല. അവിടെ വാക്ക് അതായിരുന്നുവെങ്കിലും നോ. കാരണം സാഹചര്യം അവൾ നോക്കിയപ്പോൾ ദേശത്ത് വിശ്വസ്തന്മാരില്ല. സഭയുടെ അവസ്ഥ നോക്കി കണ്ണീരൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ ജനം ബോധിച്ചതുപോലെ പോയിന്ന. ഇന്നും അതുപോലെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എപ്പോഴും പോകുന്നേ. അവരുടെ കംഫോർട്ട് സോണിലും അവർ ഉദ്ദേശിക്കുന്ന പോലെയും അവരുടെ ഡോക്ടറിനും അവരുടെ ചാനലും അങ്ങനെ ബോധിച്ചതുപോലെ പോകുമ്പോൾ ദൈവമേ, അങ്ങനെ വരവിന്റെ കാലത്ത് മുഴക്കുന്നുണ്ട് ചില വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവസഭയ്ക്കായി. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവൾ കുഞ്ഞിന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചെന്ന് പറയാൻ കാരണം? വീനിങ് പീരീഡ് കഴിഞ്ഞപ്പോൾ അവൾ ആ കുഞ്ഞിനെ കൊണ്ട്, നിങ്ങളും ചിന്തിച്ചു നോക്കി, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടൊരു കുഞ്ഞില്ലായിരുന്നു. ആ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുമോ? ഇവന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇനിയും ഇവൻ ഈ ആലയത്തിൽ വളരും. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അവരെ നേരുമൊന്നും വേണ്ട, എന്നാൽ പ്രാർത്ഥിക്കാം, കർത്താവേ, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി നീ അവരെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങൾ? അവരെ പാസ്റ്റർമാരാകാനൊന്നും പ്രാർത്ഥിക്കണ്ട. ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? ദൈവ പ്രാർത്ഥന കേൾക്കും. ഞങ്ങളൊക്കെ ജോലി രാജിവെച്ച് ഇറങ്ങിയതൊക്കെ വളരെ ചെറുപ്പത്തിലാകട്ടോ. ജോലി രാജിവെച്ച കാര്യം പറയാമെന്ന് ഞാൻ വന്നത്. ആ സമയങ്ങളിൽ ചെറുപ്പക്കാർ തുരുതുരായി ഇറങ്ങുമായിരുന്നു വിശ്വാസ വേലയ്ക്ക് വേണ്ടി. ഇന്ന് ആരുമില്ല, എൻകറേജ് ചെയ്യുവാൻ പാരൻസും ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ പഴയ അനുഭവത്തിലേക്ക് ഒന്ന് മടങ്ങി വരാമോ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആരെയും മാറ്റണം, നിങ്ങൾ ബൈബിൾ സ്കൂളിൽ വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നീ എടുത്ത് ഉപയോഗിക്കണമെന്ന്. ഇവളങ്ങ് വിട്ടുകൊടുത്തു. അവന് വേണ്ടി, അവനെ പോറ്റാൻ വേണ്ടി, അവൻ മൂലം അവളുടെ ഭവനത്തിന്റെ വിഷയം മാറാൻ വേണ്ടി ആയിരുന്നെങ്കിൽ വിട്ടുകൊടുക്കുമോ? എന്താ കാര്യം? പിന്നീട് ദൈവാത്മാവ് എഴുതി ചേർത്തു, ദാൻ മുതൽ ബേർശബ വരെ ശൗമേലിനെ പോലെ വിശ്വസ്ത പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏലിയുടെ ഭവനത്തിൽ ദൈവശബ്ദം ഉണ്ടായിരുന്നുവെന്ന് കേട്ടത് പെട്ടകത്തോടടുത്തിരുന്നവനാ. ഇതാണ് സൂപ്പർ നാച്ചുറൽ തിങ്. മനുഷ്യന്റെ ബുദ്ധിക്ക് ഇത് ഒതുങ്ങത്തില്ല കേട്ടോ. പ്രവചനം കേൾക്കേണ്ടതും ശബ്ദം കേൾക്കേണ്ടതും പുരോഹിതനല്ലേ?
ആരും ഗമനിക്കാത്ത ഒരുവരിൽ ദൈവം ശബ്ദം കേൾപ്പിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ സമൂഹം മാനിക്കാതെ ചിലരെ കൊണ്ട് ദൈവം തന്നെ വൻവേലയെ ചെയ്യിക്കുമെന്ന് വിശ്വസിക്കാമോ? നമുക്ക് പബ്ലിക്കിൽ മാന്യത വേണ്ട, ആരും പൊക്കി പറയേണ്ട ഒരു മഹത്വവും നമുക്ക് വേണ്ട. പക്ഷേ സമൂഹം മാനിക്കാതെ ചിലരെ കൊണ്ട് ദൈവം തന്നെ വൻകാര്യം ചെയ്യിക്കുമെന്ന് വിശ്വസിക്കാൻ സഭയൊരുങ്ങിയാൽ, ഹല്ലേലൂയ. കൽദയുടെ ഊരിൽ ദൈവശബ്ദമുണ്ട്. എവിടെയാ ഇല്ലാത്ത? ഇന്ന് പകൽ ഇവിടെയുമുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കൽദയ പട്ടണത്തിൽ ഊരൻ സ്ഥലത്തില് ദൈവശബ്ദം ഉണ്ടായപ്പോൾ വിളി കേട്ട ഒരുവൻ, എനിക്കൊരു വിശുദ്ധ പ്രജ വേണം, ഒരു വിശുദ്ധ ജനം വേണം. അതിനു വേണ്ടി വിളിച്ചത് അബ്രഹാമിനെയാണ്. ദൈവത്തിലെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയാണ് വിളിച്ചത്. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ. അതെ, അപൂർവ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ദേശത്ത് അസാധാരണമായ ഒരു കാര്യം ദൈവം ചെയ്യാൻ പോവുകയാണെന്ന് വിശ്വസിക്കാമോ? പോരാ, ഇങ്ങനെ പറഞ്ഞാൽ പോരാ. വിശ്വസിച്ച് കർത്താവ് വിശ്വസിക്കണം. അങ്ങനെയെങ്കിലുണ്ടല്ലോ ദൈവം കർത്താവിനോട് ഇച്ചിരി ഒന്ന് അടുത്തു പോകാൻ തീരുമാനിച്ചാൽ മതി. ദൈവം ഉണങ്ങിയതിനെ തളിർക്കുമാറാക്കും ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥക്ക് ദൈവം വ്യത്യാസം വരുത്തും. ദൈവം സഹായിക്കാതിരിക്കുകയില്ല. ഭവനത്തിൽ ദൈവം പ്രവർത്തിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യാക്കോബും കുടുംബവും മിസ്രൈമിലേക്ക് പോയത് 70 പേര് പോയത് രാജപാതയിൽ കൂടെയാ. എങ്ങനെയാ പോയെന്ന് അറിയാമോ? രാജാവിന്റെ രഥത്തിലാ പോയത്. ആമേൻ. പക്ഷേ 400 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണേ, ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി ചില അപൂർവ കാര്യം ചെയ്യും. അതിൻ്റെ അർത്ഥം ഞാൻ വന്ന വഴിയല്ല കൊണ്ടുപോകാൻ പോകുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം കൊണ്ടുപോകുന്ന പുതുവഴിയിലായിരിക്കും. അതൊന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? 55:8 അറിയാം. വായിക്കണ്ട. 55:8 ഞാൻ പറയാം. എൻ്റെ വിചാരങ്ങളല്ല, ദൈവം പറയുക, എൻ്റെ വഴികളല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വഴിയാണോ പ്രിഫറൻസ്, ദൈവത്തിന്റെ വഴിയാണോ പ്രിഫറൻസ്? ഒന്ന് പറഞ്ഞാട്ടെ. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും നാം പലപ്പോഴും ചിന്തിക്കുന്നതും നമുക്ക് പ്രയാസം കൂടാതെ പോകുന്ന വഴിയാ. ഹല്ലേലൂയ. ഈ വന്ന വഴി അതുപോലെ അവിടെ ഉണ്ട്. അവര് വന്നത് ചെങ്കടൽ വഴിയല്ല, അവരെ കൊണ്ടുപോകുന്നത് പുതിയ വഴിയാ. ആ വഴിക്ക് എന്തുമെല്ലാം ഉണ്ടെന്ന് അറിയാമല്ലോ. ആ വഴി എന്തുമെല്ലാം ഉണ്ടെന്നും എങ്ങനെയൊക്കെ ഉണ്ടെന്നും എന്തായിത്തീരുമെന്നും നേരത്തെ എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? പറഞ്ഞാൽ യാത്ര പുറപ്പെടുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര നാളുകളായി വന്നത്. ദേവാപ്പച്ചാനും അതുപോലുള്ളവർക്ക് അനേകർക്കും എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. 45 വർഷമായ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവം പറയാനുണ്ട്. പുറകോട്ട് തിരിഞ്ഞു നിന്നാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങിപ്പോകത്തില്ല. പറയാതെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നവൻ ഓരോ ദിവസവും, ഹല്ലേലൂയ, ഓരോ ദിവസവും പുതിയ വഴികൾ ഒരുക്കി അവിടെയൊക്കെയും സൂപ്പർ നാച്ചുറലായി എനിക്കും നമുക്കൂടെ പ്രവർത്തിച്ചൊരു ദൈവം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മോശ മുഖാന്തരം ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നീ അവരോട് പറ, നിങ്ങൾക്ക് ഇത് ആണ്ടിന്റെ ആരംഭമായിരിക്കും. അതിന്റെ അർത്ഥം എന്തുവാ? മറ്റുള്ളവർക്ക് അല്ല. നമ്മൾ സാധാരണക്കാരന്റെ പോലൊരു വിടുതൽ ദൈവജനം ആഗ്രഹിക്കരുത്. ഇച്ചോട് നല്ലോണം സ്വന്തം പറയണേ. സാധാരണ എല്ലാം നടക്കുന്നില്ല. എവിടെയല്ലോ നടക്കുന്നത്? മിറക്കിൾ ഇവിടെ നടക്കാത്തത്.
നമുക്ക് ഈ നടക്കുന്ന ഭൂമിയിൽ നടക്കുന്ന മിറക്കിളൊന്നുമല്ല നമ്മളെ വിഷയം. സാധാരണക്കാരനെ പോലെ ഒരു വിഷയമല്ല. ദൈവം പറഞ്ഞു നിങ്ങൾക്ക്, അയലോക്കാരനോ മിസ്രൈമ്യർക്കോ ഉള്ളവർ, നിങ്ങൾക്ക് ഈ വർഷം ആണ്ടിന്റെ ആരംഭമായി. സ്തോത്രം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് ഇത് ജനുവരി 1 പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കും? ഈ പോയപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ? ജനുവരി 1 വിചാരിച്ചു പോയപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു കുഴപ്പം ഉണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ദൈവം പറഞ്ഞാലോ, അവൻ സാധാരണ കാര്യം പറയുന്നവനല്ല. അവൻ പറയുന്നതെല്ലാം അപൂർവമായിരിക്കും. ഇതുവരെ നടന്നിട്ടില്ല, ഇതുവരെ ആരും കണ്ടിട്ടുമില്ല. ഹല്ലേലൂയ. ചെങ്കലിന് മുമ്പിൽ നിൽക്കുക. ഇതെല്ലാം മിക്കവാറും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദൈവം എന്താ പറഞ്ഞേ? മുമ്പോട്ട് പോവാനേ. എങ്ങോട്ടാ? കടലിലോട്ട്. ആരെങ്കിലും ചവിട്ടു പോകും? ഇതാ പറഞ്ഞത്. സാധാരണക്കാരന് മനസ്സിലാകത്തില്ല, മോശയ്ക്ക് മനസ്സിലായി. എന്താ കാര്യം? അതെ, അവൻ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ ഹോരേബില്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, അന്ന് എന്ന് 40 വർഷം അമ്മായപ്പന്റെ ആടുകളെ മേയിച്ച മോശ അന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് വന്നു. വരേണ്ടടുത്ത് വരുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. ഒത്തിരി God told me, the Holy Spirit inspired me എന്ന് പറഞ്ഞത് വെറുതെയാ. ഒന്ന് പറഞ്ഞേ, ഒന്ന് സ്വന്തം എന്ന് പറഞ്ഞു. എന്റെ എല്ലാം പുറകെ ആത്മീയൻ കിടന്ന് ഇളകരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പെട്ടകത്തിന്റെ അടുത്ത് ഇരിക്കാത്തോടും ദൈവം സംസാരിക്കുന്നില്ല. അവന്റെ പർവ്വതത്തിലേക്ക് വരാത്തോടും ദൈവശബ്ദം കേൾക്കയില്ല. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് വന്നപ്പോൾ മോശേ മോശേ, അവിടെ വെച്ച് കേട്ട ദൈവശബ്ദം കൊണ്ടായി യാത്ര തുടങ്ങിയത്. അവനറിയാം, എന്നെ പുറപ്പെടുവിച്ചവൻ സാധാരണക്കാരനല്ല, അപൂർവ കാര്യങ്ങളെ ചെയ്യുന്നവനാ. തെളിവില്ലേ? 10 ബാധകൾ മിസ്രൈമിൽ വന്നപ്പോഴും തന്റെ ജനത്തിനത് വന്നില്ല. ഇതൊക്കെയുള്ള അപൂർവ കാര്യം വേണോ? ഒരു കുഞ്ഞാടിന്റെ രക്തം ചിന്തി കട്ടളക്കാരൻ പേരും കുറുമ്പടിയും രക്തം പോയിട്ടോട് സംഹാരകൻ ആ വീട്ടിൽ എത്തി നോക്കിയില്ല. ഇതിൽ കൂടെ അപൂർവ കാര്യം വേണോ? ഇത് കണ്ടിട്ട് ഇറങ്ങിയവനാ. മുൻപോട്ട് പോ. ജനം മുഴുവനും അങ്ങനെ ആയിരിക്കുന്നത്. ജനം മുഴുവനും പിറുപിറുത്തു. അവന്റെ പാക്ക് ധൈര്യത്തോടിരിപ്പി. എന്താ കാര്യം? എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നവനാ. ഇന്ന് പകൽ നല്ലൊരു സ്തോത്രം പറയാമോ? ഒരു പാസ്റ്ററും ഒരു സഭയും നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കത്തില്ല, എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, എങ്ങോട്ടാ മുമ്പോട്ട് പോകുന്നത്? മരുഭൂമി കഴിഞ്ഞ കനാലല്ല വിഷയം. നമ്മോടുള്ള ബന്ധത്തിൽ ദൈവശബ്ദം നിത്യതയാ. അതിനുവേണ്ടി ഇറങ്ങിപ്പെട്ടത്. നമ്മളെ നിത്യത നഷ്ടപ്പെട്ടപ്പോൾ അത് ഉള്ളിൽ സഭാപ്രതി പറയുന്നത് നിത്യത എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഹൃദയത്തിലാകിയിരിക്കുന്നത്. ഉള്ളിലുണ്ട്. ഉള്ളിലുണ്ടെങ്കിൽ അതായിരിക്കും നമ്മെ ഉദ്യോഗിപ്പിക്കുന്നത്. ഇവിടുത്തെ അനുഗ്രഹവും ഇവിടുത്തെ ഹീലിംഗും ഇവിടുത്തെ രോഗസൗഖ്യവും ഇവിടുത്തെ അനുഗ്രഹം എന്ന് പറയുന്ന ബ്ലെസ്സിങ്ങും ടേക്ക് ഇറ്റ്, ക്ലെയിം ഇറ്റ്, നെയിം ഇറ്റ് എന്നൊക്കെ പറയുന്ന ഒന്നും അല്ല വിഷയം. നിത്യതയാ വിഷയം. ഹല്ലേലൂയ. അവിടെ ചെല്ലാൻ വേണ്ടിയുള്ള മുൻപോട്ട് പോ. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം ചെയ്യുന്ന അങ്ങനെയാ. അതിനുവേണ്ടി അവൻ അപൂർവ കാര്യം ചെയ്യും. എന്തുവാ അപൂർവ കാര്യം? ഇതുവരെയും കണ്ടുണ്ടോ? വെള്ളം ചിറ പോലെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടുണ്ടോ? അതിനു മുമ്പുമില്ല,
അതിന് ശേഷവുമില്ല. കടൽ കടൽ. സ്തോത്രം. ഇതാർക്ക് വേണ്ടിയാ? തൻ്റെ ജനത്തിനു വേണ്ടി. ഇന്ന് പകൽ ഞാൻ ദൂതായിട്ട് ഇതാർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏറ്റെടുക്കുന്നവരും ഉണ്ടോ? എന്താ കാര്യം? അങ്ങോട്ട് കൊണ്ടുപോകല്ലേ? എങ്ങോട്ട്? നിത്യതയ്ക്ക് കൊണ്ടുപോകല്ലേ? അതിന്റെ മധ്യേ ദൈവം തന്നെ നമുക്ക് വേണ്ടി അപൂർവ കാര്യം ചെയ്യും. ഹല്ലേലൂയ. വെള്ളം ചിറ പോലെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ സ്റ്റോർ ഹൗസിൽ കിഴക്കൻ കാറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് പോലെ വിശ്വസിക്കുന്ന ആരെങ്കിലും കാരണം ഈ നാച്ചുറൽ തിങ്ങിന് വേണ്ടി നാച്ചുറൽ മതി, സൂപ്പർ നാച്ചുറലിന് വേണ്ടി സൂപ്പർ നാച്ചുറൽ വേണം. അതെവിടുന്ന് വരും? തന്റെ ഭണ്ഡാരത്തുനിന്ന് വരും. ഒരു നല്ല സ്വതന്ത്രം പറയണേ. ഇന്ന് പകൽ വിശ്വസിക്കാമോ? നാച്ചുറൽ അല്ലാത്ത ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ദൈവം ആ ഭണ്ഡാരത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഒരു ഭക്തനെ ആദരിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആകാശത്തിന്റെ ഉറവകൾ തുറന്നു. നോഹ 120 വർഷം പ്രസവിക്കുക എന്തുവാ ഏതാണ്ട് കേട്ടെന്നും പറഞ്ഞ് പബ്ലിക് പറയുക. അവൻ പ്രസവിക്കുന്ന ദൈവഹിതമാണെന്ന്, ദൈവദൂതാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചോ? പക്ഷെ പ്രസംഗം നിർത്തിയില്ല. കാര്യം അവൻ അറിയാം കേട്ടത് ദൈവശബ്ദമാണ്. ആ ശബ്ദത്തെ മാനിക്കുന്നവൻ ശബ്ദം കൊടുത്തവനാണ്. സമയമായപ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ അങ്ങോട്ട് തുറന്ന് വെള്ളം സ്റ്റോർ ഹൗസിൽ നിന്ന് ധാരധാരയായിട്ട് പിയാൻ തുടങ്ങി. ദൈവമക്കളെ, സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവം നിനക്കൂടെ പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ പക്കൽ വിഷയം സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് ജനം ദൂത് കേട്ട് കിടന്നുറങ്ങി. ദൂത് പറഞ്ഞ ദൈവം ഉറങ്ങിയില്ല, കൈയനക്കി. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൂത് ഏറ്റെടുക്കാമെങ്കിൽ നിനക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. വെള്ളം ചിറ പോലെ എത്രയോ ജനങ്ങൾ. അപ്പം അതിന്റെ വീതിയൊക്കെ അളന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഉണങ്ങിയ നിലം. ദൈവം ചെയ്യുന്നത് എത്ര പെർഫെക്റ്റ് ആയിട്ടായില്ലേ? അപ്പൊ നമ്മുടെ വിഷയം എന്തുവാ? അപൂർവ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം. സ്തോത്രം. ഇനി ഇവിടെ മുമ്പോട്ട് പോട്ടെ. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഒരു മനുഷ്യന്റെ വാക്കില് സൗരയൂഥം നിൽക്കുമോ? ഇത് യോശുവയൊന്നും അല്ല ചെയ്തത്. യോശുവ സേവിക്കുന്ന ദൈവമാണ്. അവന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്താ കാര്യം? അവൻ ചെയ്തത് ഈ യോശുവയ്ക്ക് അറിയാം. ഒരു അപൂർവ കാര്യം അല്ലയോ? ആ യോശുവയുടെ പുസ്തകം 10:14 ഒന്ന് വായിച്ചേ. യോശുവ 10:14. ഓ, എത്ര ഭംഗിയായിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ പറയുന്നത്. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചു. ഇവിടെ എന്താ വായിക്കുന്നേ? ആ ആ ആ അതിനാ നമ്മൾ പറഞ്ഞ എന്തുവാ? അപൂർവ കാര്യം. അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. എന്തുവാ? ഒരു വാക്ക്, മനുഷ്യന്റെ വാക്ക്. എവിടെ? തോറ്റുപോകാൻ സാധ്യതയുള്ളപ്പോൾ, ശത്രുവിന് മുമ്പാകെ നമ്മളെ ലജ്ജിപ്പിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കാമോ? ഇന്ന് അമോറിന് മുമ്പാകെ തോറ്റുപോകാൻ സാധ്യതയുള്ളപ്പോൾ സൂര്യൻ അസ്തമിക്കാതെ ഒരു ദിവസം മുഴുവനും നിന്നത് ഒരു ഭക്തന് വേണ്ടിയാ. പഴയ നിയമത്തിലെ ഭക്തനും പൊതു നിയമത്തിലെ നമ്മളുമായിട്ട് വ്യത്യാസമുണ്ടോ? നാം മക്കളല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഒറ്റ ഒരു ഗ്രൂപ്പിന് അധികാരമുള്ളൂ. അത് നമ്മളാ.
പിതാവേ എന്ന് വിളിക്കുവാൻ ഈ ഭൂതലത്തിൽ ഒറ്റ ഒരു വ്യക്തിക്ക് അധികാരമുള്ളൂ, നമ്മളാ. അപ്പച്ച എന്ന് വിളിച്ച് കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് കൊണ്ട് ഒരുക്കിയല്ലോ. അതുകൊണ്ടാ ഒരു വാക്ക് അവനു വേണ്ടി. സൂര്യനെയും അവിടെ എഴുതിയിരിക്കുന്ന, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരെ നിൽക്കാനേ. ആർക്ക് വേണ്ടിയാ? തന്റെ ജനത്തിനു വേണ്ടി. അല്ല, ആർക്ക് വേണ്ടിയാ? ഒരു വ്യക്തിക്ക് വേണ്ടി. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുത്ത് പോണം കേട്ടോ. ഹല്ലേലൂയ. എന്നോടും ഞാൻ സംസാരിച്ചതാ. ദൈവം നമ്മെ ആദരിക്കും, ദൈവം നമ്മെ മാനിക്കും. ദൈവത്തെ സേവിച്ചതുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് പറയുവാൻ ദൈവം അനുവദിക്കയില്ല. നീ പറയുന്നത് ദൈവം ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാ. പെട്ടകത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഉണങ്ങിയതിനെ തളിർക്കുമാറാക്കും ദൈവമാണ്. സ്തോത്രം. എത്രയോ അനുഭവങ്ങളുണ്ടല്ലയോ ജീവിതത്തിൽ. വരണ്ടു പോയോ കർത്താവേ, ഇനി എന്നോട് പറ്റത്തില്ല, ഉണങ്ങി സംഭവിച്ചു പോയോ എന്ന് വിചാരിച്ച സന്ദർഭങ്ങളൊക്കെയും അവനല്ലേ നമ്മെ വീണ്ടും പുതുതാക്കിയത്. ഹല്ലേലൂയ. ഈ 5-ാം അധ്യായത്തില് അത് പെട്ടെന്ന് പറഞ്ഞെടുത്തു. അതാണ് എന്റെ മെയിൻ വിഷയം. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നാ പറഞ്ഞത്. 5-ാം അധ്യായത്തിൽ 3 സംഭവങ്ങൾ. 5-ാം അധ്യായത്തിൽ 3 സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ ഇന്ന് എന്ത് കണ്ടു? ഈ ദിവസങ്ങളില് ദൈവം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് വിസ്മയമായി കാണത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന എന്തുവാ ഈ ദൈവപ്രവൃത്തി? അന്ത്രയോസ് പോയി സഹോദരനെ വിളിച്ചു. വാ 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 വാ. എങ്ങോട്ടാ? ഒരു രാത്രി മുഴുവനും ഞാൻ ഒരാളുമായി സ്പെൻഡ് ചെയ്തു. എനിക്ക് മനസ്സിലായി അവനാ മെസ്സിഹ. പത്രോസ് വന്നു, കണ്ടു, ദൂതും കേട്ടു. പുള്ളിക്ക് വലിയ കാര്യമൊന്നും. അപ്പം പല പത്രോസുമാർ അന്നും ഉണ്ടായിരുന്നു. പിന്നെ ദൂത് കേട്ടു, നീ പത്രോസാകുന്നു, അല്ല നിന്റെ പേര് മാറുമെന്ന് വരെ പറഞ്ഞു. ആട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മളുണ്ടല്ലോ, ഇനി ഏതെങ്കിലും ദൂതുണ്ടോ? പിന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടിയില്ല. പിന്നെ വേറൊരാളെ വിളിച്ചോണ്ട് വീട്ടിൽ പോകും. എന്തിനാ? ഇത് കൂടാതെ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ അതോടെ കേൾക്കാൻ എന്താ പ്രയോജനം? ഞാൻ പണ്ട് ഒരു വീട്ടിൽ പോയപ്പോൾ, പണ്ടത്തെ കാര്യം ഇപ്പോഴല്ല, അന്ന് ഈ കാസറ്റ് ഉണ്ടല്ലോ, വലിയ റാക്ക് മുഴുവനും കാസറ്റ്. എന്തുവാ? ദൂത് പിടിച്ചു വെച്ചിരിക്കുക. പക്ഷെ പുള്ളി ഇതുവരെ കുഴപ്പമില്ല. വരുന്ന വിസിറ്റിംഗ് പാസ്റ്റർമാരെല്ലാം വീട്ടിൽ കൊണ്ട് എന്ത് ചെയ്യും? ദൂത് ഇരിക്കുന്ന ഉടനെ ആദ്യം ടേപ്പ് റിക്കാർഡ് ഓൺ ചെയ്യും. ഇതെല്ലാം കേട്ട് 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 ഇതുവരെയും കേട്ടിട്ടൊന്നും അറിയത്തില്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞ പോലെ പത്രോസിന് അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഒരുവനെ കർത്താവ് കണ്ടാൽ അവനെ കർത്താവ് പിൻചെല്ലും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടോ ദൂതെല്ലാം ഏറ്റെടുത്തതുകൊണ്ടോ അല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് അവൻ പിന്നാലെ വന്ന് നിന്റെ ജീവിതത്തിൽ അപൂർവമായും ചെയ്തതാണ്. വിശ്വസിക്കുന്നോ? 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്ത് ചെയ്തു? ഗനസരേത്തിന്റെ അവിടെ പഴയ പണിയുമായി നിൽക്കുമ്പോൾ, ഞാൻ ചുരുക്കമായി അറിയാവുന്ന വിഷയമാണ്, ഒഴിഞ്ഞ പടക്, നിരാശാജനകമായ അവസ്ഥ, പരിശ്രമിച്ചിട്ടൊന്നും കിട്ടിയില്ല. അവിടെ യേശു ഒരു അത്ഭുതം ചെയ്തു.
സ്തോത്രം. അവിടെ നടന്ന അത്ഭുതം എന്ന് പറയുന്നത് പെരുത്ത മീൻകൂട്ടം അല്ല, അത് നടന്നു, അത് വാസ്തവമാണ്. അതുവരെയും പരിശ്രമിച്ചിട്ടൊന്നും കിട്ടാത്ത ആ സാഹചര്യത്തിൽ മറ്റു പടയിലുള്ളവരെയും വിളിച്ച് വല വലിച്ചു കയറത്തക്കവണ്ണം പ്രവർത്തിച്ചെങ്കിൽ അത് അത്ഭുതമല്ലേ? ആണോ ഇല്ലയോ? അതെ. പക്ഷേ അതല്ല ഞാൻ പറയാൻ പോകുന്ന അത്ഭുതം. അവനാരാണെന്നത് ആ പടകിൽ പത്രോസ് അറിഞ്ഞു. ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുന്നത്. അന്ന് പകൽ അവിടെ നടന്നത് അതാ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം പേര് വച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ഒരു അപൂർവകാലം നടക്കുമെന്ന് വിശ്വസിക്കാമോ? പോരാ പോരാ, ഇങ്ങനെ പറഞ്ഞാൽ പോരാ. വിശ്വസിച്ച് പറയണം, കർത്താവ് പ്രവർത്തിക്കും. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ, സമയമായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. പ്രാർത്ഥിക്കുക, വിട്ടുകൊടുക്കരുത്. ദൈവം പ്രവർത്തിക്കാൻ പോകും. അപൂർവ കാര്യം ദൈവം ചെയ്യും. പടകു വിട്ട് അവർ അവനെ അനുഗമിച്ചു. ഇതാ വേണ്ടത്. ഈ ദിവസങ്ങൾ ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്തത്, ഇവൻ പോകുമ്പോൾ കുഷ്ഠരോഗിയായ ഒരുവൻ കാൽക്കൽ വന്ന് പറയുക, നിനക്ക്, എന്താ വാക്യം വായിച്ചേ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഓ, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചിന്തിച്ചോ? ആരോടായി പറയുന്നു? നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ റെഡിയാ, അല്ലയോ? എനിക്ക് മനസ്സുണ്ട് നിന്റെ പ്രവൃത്തി എന്നെ വെളിപ്പെടാൻ. ഇന്ന് പകൽ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? Lord, I am ready to receive the miracle in my life. ഞാൻ റെഡിയാ. അങ്ങനെ പറയുന്നവനെ യേശു വിട്ടിട്ട് പോകുമോ? എത്ര ഘനമുള്ള സ്റ്റേറ്റ്മെന്റാ! ഇതൊക്കെയാ അപൂർവ കാര്യം. നമ്മൾ വിചാരിക്കുന്നത് രോഗി സൗഖ്യമാകുന്നത്, അതൊന്നും അല്ല. അപൂർവ കാര്യം എന്റെ ദൈവത്തിന് എന്റെ വിഷയത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന. നിനക്കു മനസ്സുണ്ടെങ്കിൽ, എങ്ങനെ വാക്യം ഒന്ന് വായിച്ച്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ വല്ലതും ചെയ്യണേ? നോ. കൺഫേമാ, നിനക്ക് കഴിയും. ഇന്ന് പകൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ കൺഫേം ആക്കി പോ, എന്റെ ദൈവത്തിന് കഴിയും. ഒരു നല്ല സ്വന്തം പറയാം. നസ്രയൻ അതിന് മറുപടി ഒന്നും വലുതായിട്ട് പറഞ്ഞില്ല. അവനെ പോയി തൊട്ടു. സമൂഹം ദൂരെ നിൽക്കുമ്പോൾ അപൂർവ കാര്യം എന്നറിയാമോ? ആരും തൊടാത്തവനെ തൊടുന്നതാ. അങ്ങനെ തൊട്ടിട്ടല്ലേ ഇന്നിവിടെ ഇരിക്കുന്നത്. പലരും കണ്ടിട്ട് മാറിപ്പോയപ്പോൾ നിന്നെ ഒന്ന് സ്പർശിക്കുവാൻ നിന്റെ അടുക്കിലേക്ക് വന്നവൻ, ഹല്ലേലൂയ! ദൈവമക്കളെ, ഒന്ന് തൊടുന്നത്, ഇപ്പോഴൊക്കെ അധികം തൊടാൻ പറ്റാത്ത സാഹചര്യം, അത് പോട്ടെ. ഒന്ന് തൊടുന്നു, ഒന്ന് ആശ്ലേഷിക്കുന്നു, ഒറ്റപ്പെട്ട ഒരു വലിയ അനുഗ്രഹം. 10 പേര് വന്നപ്പോൾ അവരെ പോയി തൊട്ടൊന്നുമില്ല. കാരണം അവരെ കംഫർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവൻ ഒറ്റയ്ക്കാ. പക്ഷെ അവന് എൻ്റെ കർത്താവേ, നിനക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അന്ന് ദേശത്തെല്ലാം യേശു നടന്ന കുഷ്ഠരോഗി സൗഖ്യമായ വിഷയമൊന്നും അവൻ കേട്ട് കാണത്തില്ല. പക്ഷെ അവനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവൻ അപൂർവ കാര്യം ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പറയാം, നമ്മൾ സാധാരണ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്.
ഒരു സാധാരണ ദൈവത്തെ ആരാധിക്കാൻ പോവുകയും വരുന്നത്. കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ അപൂർവ കാര്യങ്ങൾ ചെയ്യുന്ന, വിസ്മയിക്കത്തക്ക കാര്യം ചെയ്തതാണ്. ഞാൻ പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ, ഈ ഹിസ്റ്ററിയിൽ ഒരു പാപിയെ നല്ല മനുഷ്യനാക്കുന്ന ഒരു യന്ത്രവും ഒരു വ്യക്തി ഇതുവരെ കണ്ടില്ല. എന്നാൽ നസ്രയന്റെ ക്രൂശ് മരണം ഒരു പാപിയെ മാനസാന്തരത്തിൽ കൊണ്ടുവരും. നമ്മൾ ഈ ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, പ്രൈസ് ലോർഡ്, സ്നാനപ്പെട്ടു, അല്ലല്ല. യേശു ജീവിതത്തിലേക്ക് വന്ന ആ ദിവസം ഓർക്കുന്നുണ്ടോ? പോരെ ഇതുപോലെ, എന്റെ യേശുവേ നീ എന്റെ കർത്താവാണെന്ന് പറഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടോ? അന്ന് സംഭവിച്ചെന്നറിയാമോ? മരണം മാറി നിത്യത നമുക്ക് ലഭിച്ചു. അന്ന് സംഭവിച്ചെന്ന് അറിയാമോ? നിത്യജീവന് അവൻ നമുക്ക് പ്രധാനമായി തന്നു. അന്ന് സംഭവിച്ചത് ഒരു ദൈവ പൈതലായി തീർന്നു. ഇതല്ലേ അപൂർവ കാര്യം? ഇതിൽ കൂടുതൽ വലിയ സഹായം ഒന്നും ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ടോ? പടകി വിട്ട് അവനെ അനുഗമിച്ചു. ഇവൻ ഒറ്റപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി ദൈവം ചെയ്തു. കുഷ്ഠമാണ് വലിയ രോഗം, അറിയാമല്ലോ. പാപം, അതൊന്നും മാറാൻ കാര്യമെന്തുവാ? ഒരു വലിയ അപൂർവ കാര്യം ചെയ്തുകൊണ്ടാ. അത് ലാസ്റ്റ് പോയിന്റ്. 4 പേർ ചേർന്ന് യേശു ഒരു വീട്ടിലിരിക്കുക. ഈ ദിവസങ്ങളിൽ വ്യക്തികളെ തിരഞ്ഞു പോകുവാൻ, വ്യക്തികളെ എടുത്തുകൊണ്ട് വരുവാൻ സഭ തയ്യാറായ പോരാ ഇത്രയും സ്വന്തം പറഞ്ഞാൽ പോരാ. അതിന് ഐക്യത വേണം, യൂണിറ്റ് വേണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ പോയപ്പോൾ നോർത്ത് ഇന്ത്യൻ സഭകളൊക്കെ വളരെ ആത്മാക്കൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഇരിക്കുന്ന ഒരു സഭയുണ്ട്. ഏത് സഭയെന്നറിയാമോ? മലയാളി സഭ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ എന്തെങ്കിലും പ്രശ്നം അവിടെ തീർക്കണം. വേറെ എങ്ങും ഒരു പ്രശ്നവും തീർക്കണ്ട. അവിടെ എല്ലാം ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കും. നമ്മളും ഈ അന്തരീക്ഷം ഒന്ന് മാറണം. ഒരു സ്വതന്ത്രം പറയണേ. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കും. യൂണിറ്റിയിൽ നിന്നാ മതി. 4 പേർ ഒന്നിച്ച് ഒരേ ലെവലിൽ ഒരുവനെ കൊണ്ടുവരുന്നത് മാത്രമാണോ? ഓടിളക്കി ഇറക്കിയതും ലെവൽ തെറ്റിയില്ല. ഒരു മനസ്സായിരുന്നു. ചിലരുണ്ട്, ഞാനാ കൊണ്ടുവന്ന് പറയാൻ വേണ്ടി ആദ്യം പുള്ളി മുമ്പിൽ കയറും. മറ്റേ പുള്ളി വിടുവോ? ഇല്ലില്ല, ലിജിപ്പാഷല്ല, ഞാനാ. അങ്ങനെ ഞാനാന്ന് വെച്ച് പേഷ്യന്റ് താഴെ വീഴും. അതാ നടക്കുന്നത്. സ്തോത്രം. എന്നാൽ എത്ര ഭംഗിയായിട്ട് ഇറക്കുന്നത് നോക്കി. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞേ. എത്ര ഭംഗിയായിട്ട് ഇറക്കി എവിടോട്ട് കൊണ്ടുവന്നു? പെട്ടകത്തിന്റെ അടുക്കിലേക്ക് വന്നു. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവന്റെ അടുക്കിലേക്ക് വന്നു. അവന് ചോദിച്ചു, പാപം മോചിച്ചിരുന്നു. അതാ വിഷയം. അതാ അപൂർവ കാര്യം. അവൻ എടുത്തോണ്ട് പോയെന്നു, കടക്കെടുത്ത് പോയെന്ന് വല്ല വിഷയം. നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. ഈ ദിവസങ്ങൾ ഈ ദേശത്ത് ഒരു അപൂർവ കാര്യം നടക്കുമെന്ന് ദൈവസഭ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഐക്യതയോട് ചെയ്യണം. നിന്റെ വാക്കുകളെ ചുരുക്കാൻ പോകുകയാണ്. സ്തോത്രം പറഞ്ഞോട്ടെ. യേശു കർത്താവിന്റെ ശുശ്രൂഷ സമയത്ത് 3 ജീവിതങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകൾ, നൈനിലെ വിധവയുടെ മകൻ,
മരിച്ച് 4 ദിവസമായ ലാസർ. ഇതെല്ലാം എന്തുവാ? ദൈവം ചെയ്യും. അനക്കമില്ലാത്ത വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അനക്കമില്ല, ജീവൻ പോയി. വിധവയെ കണ്ടു മനസ്സറിഞ്ഞു, ജീവൻ പോയി. അവൻ മഞ്ചം തൊട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ വിഷയത്തിൽ സ്പർശിക്കുമെന്ന് വിശ്വസിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ പെട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്നു എന്ന്. ഞാൻ വേറൊരു കാര്യം പറയാൻ പോവാ. മരിച്ച് 4 ദിവസമായി. ഇവൻ വരുമെന്നുള്ള പ്രതീക്ഷയില്ല, പക്ഷെ അപ്രതീക്ഷിതമായി അവൻ വന്നു. ഇന്ന് പകലും അവൻ ഇവിടെയുണ്ട്. അവൻ വന്നിട്ട് അവൻ പറഞ്ഞു കേൾക്കണോ, നിങ്ങൾ അവനെ എവിടെയാ കൊണ്ടുവച്ചത്? അവർ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. പെട്ടകം അവിടേക്ക് ചെന്നു. മനസ്സിലായോ? ശ്രോത്രം പറയാമോ? ദേഹരവുമായി തേജസ് വസിക്കുന്ന യേശു മന്ദമായി ആ ലാസറിന്റെ കല്ലറയ്ക്കടുക്കിലേക്ക് ചെന്നപ്പോൾ അകത്ത് ചലനമുണ്ടായി. ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നേ? ഈ യേശുവിനെ ആരാധിക്കുന്ന യേശുവാ രക്ഷകൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ അടുക്കിലേക്ക് അടുക്കുമ്പോൾ വിഷയത്തിന്റെ ചലനമുണ്ടാകുമെന്ന്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ലാസറേ പുറത്തു വരിക എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ലാസറ് പുറത്തു വന്നുവെങ്കിൽ സൃഷ്ടികളൊക്കെയും സൃഷ്ടിതാവിന്റെ വരവിന് വേണ്ടി ഞരങ്ങി പ്രാർത്ഥിക്കണം. എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളൊന്നിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ഇതെന്താ? ഇതൊരു അപൂർവ കാര്യമാ. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ നമ്മളെ കണ്ണാല് ഒരു അപൂർവ കാര്യം കാണാൻ പോകുക എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഒന്നെഴുതേക്കാമല്ലോ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരും. എന്റെ ജനമേ, ഇവിടേക്ക് വരിക എന്ന് പറയുമ്പോ നാം മടങ്ങി വരാതെ നിത്യത്തിലേക്ക് മറയപ്പെടും. ഹല്ലേലൂയ. ആ അപൂർവ കാര്യം സംഭവിക്കാൻ പോകുക. ആ പാട്ടുപാട് ദൈവത്തോട് ആരാധിക്കാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണീരുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണീരുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ
വിസ്മയിക്കത്തക്കവണ്ണം, ലോകം വിസ്മയിക്കത്തക്കവണ്ണം ഒരപൂർവ കാര്യം ഈ ദിവസങ്ങളിൽ ഒന്ന് നടക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ ലോക ജനത പ്രതീക്ഷിക്കാത്ത ഒരു വിസ്മയ കാര്യം നടക്കാൻ പോകുക. മുൻപോട്ട് പോകുവാൻ പറഞ്ഞ ജനം നിത്യതയിൽ ചെന്നെത്തേണ്ടത് വഴിയൊരുക്കുന്നവൻ പ്രതികൂലത്തിന്റെ മധ്യ അപൂർവ കാര്യം ചെയ്തുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുവാനുള്ള അപൂർവ കാര്യം ചെയ്തുവെങ്കിൽ, നിത്യത എത്തുന്നവരെയും കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്നവൻ. ഓ ഹല്ലേലൂയ. ദൂതേറ്റെടുക്കാം. സാധാരണക്കാരന് വേണ്ടിയുള്ളത് പോലെയല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. സാധാരണ ഒരു വിടുതലാണ് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നാമോ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. വിശ്വസിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവസഭയിൽ, ഭവനത്തിൽ, തലമുറയിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം ചില അപൂർവ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഒരു കാര്യം മാത്രം പെട്ടകത്തിൽ നിന്ന് അകലരുത്. പെട്ടകത്തിന് അടുത്ത് വസിക്കണം. ഉണങ്ങിയ കൊമ്പ് തളർക്കും, അത് പൂക്കും, അത് ഫലം കായ്ക്കും. പ്രാർത്ഥിക്കാം. പ്രിയ പാപ്പച്ചായൻ, പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് പിന്നെയും കൃപ ചെയ്യുമാറാകേണ്ട പ്രാർത്ഥിക്കുന്നു. എണ്ണിയാൽ കർത്താവേ അതേ തീരാത്തവണ്ണം നന്മകളെ ഞങ്ങളുടെ ജീവിത യാത്രയിൽ ചെയ്ത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞങ്ങളേതുമില്ലെങ്കിലും നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്നതായ നിന്റെ മക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച പോലെ ആരെല്ലാം കർത്താവെ കഷ്ടങ്ങളിലും രോഗങ്ങളിലും ഭാരങ്ങളിലും നെടുവീർപ്പിലുമായിരിക്കുന്നു, അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതമായ കരം നീട്ടി സഹായിക്കുകയും പ്രവൃത്തി വെളിപ്പെടുത്തുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഈ ദിവസങ്ങളിൽ വളരെ ആവലോട് ദൈവരാജ്യത്തിന്റെ കർത്താവേ
ആയിരിക്കാന്റെ ഗുണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. നിന്റെ സന്നിധിയിൽ ആയിരിക്കാന്റെ ഗുണം ഞങ്ങൾക്ക് വീണ്ടും കൃപ നൽകുന്നോർത്ത് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ കർത്താവേ വളർത്തപ്പെടുവാന്റെ ഗുണം കൃപ നൽകുമാറാകണം. നിന്റെ സന്നിധി എപ്പോഴും കാക്ഷിക്കുന്നവരും നിന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും വളർച്ച പ്രാപിക്കുന്നവരുമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഇന്ന് പകൽക്കാലം വചനം ശുശ്രൂഷിപ്പാൻ അതേ അധികാരപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. തുടർന്ന് നിന്റെ കൃപയിൽ പൊതിയുമാറാകണമേ. നിന്റെ വേലയിൽ പിന്നെയും ശക്തിയോടെ കരങ്ങളിൽ ഉപയോഗിച്ചു കൊള്ളുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരക്കേറിയ പട്ടണത്തിൽ ആപത്തുകളെ കൊണ്ട് നിറഞ്ഞ ആ പട്ടണത്തിന്റെ നടുവിൽ കർത്താവിന്റെ കൃപയിൽ പരിപാലിച്ച് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുമാറാകേണം പ്രാർത്ഥിക്കുന്നു. ശിക്ഷയാ കർത്താവേ കടന്നു പോകുന്ന പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ യാത്ര സഫലമാക്കുകയും അനുഗ്രഹിക്കുകയും ജീവിതത്തിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് വഴി നടത്തുകയും ചെയ്യുമാറാകേണം പ്രാർത്ഥിക്കുന്നു. കുടുംബയുടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയിലും പരിപാലനത്തിലും കാത്തുകൊള്ളുകയും നിന്റെ ഹിതം അവരുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയി വെളിപ്പെടുവാൻ കർത്താവിന്റെ ആക്കുമാറാകണം. ഞങ്ങളേവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ സമാധാനത്തോടെ കൃപയോടെ വരും ദിവസങ്ങളിൽ ജീവിച്ച് നിന്റെ നാമത്തിന് മഹത്വം നിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പറന്നുയരുവാനും കൃപ നൽകുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. ദൈവകൃപയിൽ കാക്കണമേ. വരവിനായി ഒരുക്കണം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. അജിത്ത് ബ്രദർ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. നമുക്ക് ആ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കാം. താൽക്കാലികമായി കടന്നു പോകുന്നെങ്കിലും കർത്താവിനെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വഴിപോക്കർ പോഷന്മാരെങ്കിലും വഴി തെറ്റിക്കാത്ത ദൈവം നിന്റെ മക്കൾക്ക് ഇവിടെ ഇത്രത്തോളം സഹായിച്ചു. ഈ രാജ്യത്ത് വന്നു, വിവിധ ഇടങ്ങളിൽ പാർത്തു, ഈ പട്ടണത്തെ കർത്താവ് കൊണ്ടുവന്നു. അടുത്ത അടിങ്ങൾക്ക് അറിയുന്നില്ല, നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. കർത്താവെ, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാകും. അങ്ങയുടെ ആലോചന പ്രകാരമാണ് നിന്റെ മകൻ അഗസ്റ്റായി കൽത്താനിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ പോകണമേ. കർത്താവെ, ഇലവാടാത്ത വൃക്ഷമായി അത് ചെയ്തു നോക്കിയും സാധിക്കുന്നതാണ് ആ അനുഭവത്തിൽ നിന്റെ മകനെ ഞങ്ങൾ പറഞ്ഞയക്കുന്നു. അവിടെ കടന്നു പോകുന്നത് അവിടെയുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷന്, ആ ഫാക്ടറിക്ക്, ആ കമ്പനിക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. നിന്റെ മകനെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ നാമത്തിൽ ഈ ദൈവസഭ അനുഗ്രഹിച്ചയക്കുന്നു. ശത്രു ദൃഷ്ടി പതിപ്പിക്കരുത്. ശാരീരികമായ എല്ലാ വ്യഥകളിൽ നിന്നും വിടുവിച്ചു കൊള്ളണമേ. ശത്രുവിന്റെ യാതൊരു വിഷയവും നിന്റെ മകന്റെ ജീവിതത്തിലോ ശരീരത്തിലോ യേശുവാൻ അനുവദിക്കരുത്. അങ്ങ് കൊടുക്കുന്ന നന്മ കൊണ്ട് സന്തോഷിപ്പാൻ ഭവനമായി ഇടയാക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണമേ. നിന്റെ മകളും കുഞ്ഞുങ്ങളും കടന്നു പോകേണ്ടത് തിരിഹിതമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. പിതാവേ, നാളുകൾ ശേഷം നിലവർ താമസിക്കുന്നുവെങ്കിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണുവാൻ അങ്ങയുടെ ഹിതമാണെങ്കിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ എവിടെ അയച്ചാലും എവിടെയാക്കിയാലും ദൈവനാമത്തിന്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണം. നാം എല്ലാം കൊണ്ട് മഹത്വം എടുക്കുമല്ലോ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ദാസനിൽ ഈ സഭയെ അനുഗ്രഹിച്ചയക്കുന്നു. എല്ലാ നന്മകൾക്കായും ഞങ്ങളെ വാഴ്ത്തുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിർദ്ദലമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം നിർണ്ണയിക്കും കർത്താവിന്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത
സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കാലിയായി കൊടുക്കണം. എന്നത്തേക്കാ